കാർ കനാലിലേക്ക് വീണ അപകടമുണ്ടായി. ആലുവ പെരുമ്പാവൂർ റോഡിൽ കളമശ്ശേരിയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു കാറിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ കനാലിലേക്ക് കാർ മറിഞ്ഞു വീഴുകയായിരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഭാഗ്യമുണ്ട്, ആർക്കും പരിക്കില്ല. കനാലിലേക്ക് കാർ വീണെങ്കിലും കാറിൽ സഞ്ചരിച്ച ആളുകൾക്കൊന്നും പരിക്കില്ല എന്ന ആശ്വാസകരമായ വാർത്ത കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. താങ്ക് യു. സിബി ചെറിയാൻ പറഞ്ഞ SKN MMC, അതായത് മില്യൺ മലയാളി ക്ലബിൻ്റെ റാഫി കരീം കൂടി അപകടത്തിൻ്റെ ഈ വാർത്തയുടെ വിവരങ്ങൾ നില നമുക്കൊപ്പം ചേരുന്നു. റാഫി, ഈ ഇതിൽ സഞ്ചരിച്ച തൊടുപുഴക്കാർക്ക് അപകടമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? SKN തീർച്ചയായും 3 പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവറും ഒപ്പം തന്നെ ഡ്രൈവറിന്റെ മാതാവും ഒരു കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 പേർക്കും കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ അപകടത്തിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു റോഡിൽ, ഈ ആലുവ പെരുമ്പാവൂർ റോഡിൽ കുട്ടുമശ്ശേരി ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ഈ കാറ് വലിയ ഒരു ആഴമുള്ള കാനയിലേക്ക് വീഴുന്നത്. ആ വീഴ്ചയിൽ കാറിൻ്റെ മുൻവശം കുത്തിയാണ് മുന്നോട്ട് വീഴുന്നത്. പിന്നീട് ഏറെ നേരത്തെ ശ്രമങ്ങൾക്ക് ശേഷമാണ് ഈ മുൻ സീറ്റിലുണ്ടായിരുന്ന ആ ഡ്രൈവറെയും ഒപ്പം തന്നെ അയാളുടെ മാതാവിനെയും പുറത്തിറക്കാൻ കഴിഞ്ഞത്. ഉടനെ നാട്ടുകാരെല്ലാം ഇടപെട്ട് പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ ഈ കാനയ്ക്ക് ഒരു അടച്ചുറപ്പില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇവർ പറയുന്നത്. സ്ലാബ് ഇട്ട് ഈ കാനയുടെ ഭാഗങ്ങൾ മൂടാത്തതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നൊരു ആക്ഷേപം ആ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തരത്തിൽ ആ ഭാഗങ്ങളിൽ അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൈവരി ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇത് ഈ റോഡ് സൈഡ് ഉള്ളത്. ഒപ്പം തന്നെ കാനയ്ക്ക് സ്ലാബ് വെച്ച് ഈ കാനയുടെ ഭാഗങ്ങൾ അടയ്ക്കാത്തതും ഇത്തരത്തിലും അപകടത്തിന് കാരണമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും ഈ അപകടമുണ്ടായ ആ ദൃശ്യങ്ങൾ കാണുന്നത് നമുക്ക് വളരെ ഭീകരമാണ്. പക്ഷേ ഈ അപകടത്തിൽ ഈ കാറിൽ സഞ്ചരിച്ച ആളുകൾക്ക് പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.